നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരസിംഹായ ശേഷായ തുഭ്യം നമഃ കാലരൂപായ സംഹാരകർത്തേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ 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 ജഗന്നാഥ വിഷ്ണോ നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഇത് ശങ്കരാചാര്യസ്വാമികള് തന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാനായിട്ട് അമ്മയുടെ അടുക്കലിരുന്ന് ആ മരണസമയത്ത് എഴുതിയ വിഷ്ണു ഭുജംഗ പ്രയാദത്തിലെ 2 ശ്ലോകങ്ങളാണ്. ഇപ്രാവശ്യത്തെ സ്വർഗവാതിൽ ഏകാദശി നാളില് എല്ലാവരും വിഷ്ണു ഭുജംഗ പ്രയാദം ജപിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ രോഗമായിട്ടൊക്കെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് രോഗമൊക്കെ ആയിട്ട്, അങ്ങനെ ഒരുപാട് വയസ്സൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ദൈവമേ ഭഗവാനെ ആ ആത്മാവിനെ നീ കൊണ്ടുപോകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ട് എങ്കിലൊക്കെ ഈ വിഷ്ണു ഭുജംഗ പ്രയാദം നമുക്ക് അവരുടെ അടുക്കലിരുന്ന് ജപിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രായമായി അങ്ങനത്തെ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ രോഗശൈലിയൊക്കെ ആരെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വിഷ്ണു ഭുജംഗ പ്രയാദം അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ഭഗവാന്റെ ആ കരങ്ങള് ആ നമ്മുടെ ആ രോഗമായിട്ട് കിടക്കുന്നവരെ തൊട്ട് തഴുകി തലോടി അങ്ങനെ ഭഗവാൻ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. ഒരുപാട് പ്രായമായിട്ട് രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ ഈ 2 ശ്ലോകങ്ങൾ ദിവസവും നമ്മൾ കിടക്കും മുമ്പും ജപിക്കുക. പിന്നെ ഈ പ്രാവശ്യത്തെ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ എന്ന് എല്ലാവർക്കും സംശയമാണ്. ഞാൻ ഹരിതീർത്ഥത്തിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇത് ഒന്നുകൂടി പറയുകയാണ്. നമുക്ക് 31-ാം തീയതിയാണ് നമ്മൾ ഏകാദശി ആചരിക്കുന്നത്. അതായത് ദ്വാദശി വ്രതം. ദശമി ബന്ധമുള്ള ഏകാദശി എടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ദ്വാദശി വ്രതം ആചരിക്കുന്നത്. നമ്മുടെ പുരാണങ്ങളായ ഗർഭസംഹിതയിലും അതുപോലെ സ്കന്ദപുരാണത്തിലും ഒക്കെ പറയുന്നു, ഗാന്ധാരി ഈ ദശമി ബന്ധമുള്ള ഏകാദശി വ്രതം നോറ്റു, അങ്ങനെയാണ് ഗാന്ധാരിക്ക് തന്റെ പുത്രന്മാരെയൊക്കെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ അങ്ങനെ പുരാണങ്ങൾ അനുശാസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദ്വാദശി വ്രതം നോറ്റ് ആ ഭഗവാൻ നാരായണന്റെ വൈകുണ്ഠത്തിലേക്ക് എത്തുവാനുള്ള ആ വഴി നമുക്ക് തുറന്നു തരും. ഈ വർത്തമാനകാലത്തില് നമ്മൾ എന്താണ് വൈകുണ്ഠം അല്ലെങ്കിൽ എന്താണ് സ്വർഗവാതിൽ? ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതയില്ലാത്ത ഒരു നമ്മുടെ ജീവിതം, അതായത് നമുക്ക് സങ്കടങ്ങളൊന്നുമില്ലാതെ ദുഃഖങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അന്നന്ന് നമുക്ക് കഴിഞ്ഞുകൂടി പോവുക. രോഗദുരിതങ്ങളൊന്നുമില്ലാതെയുള്ള ആ കുണ്ഠതയില്ലാത്ത ലോകമാണ് വൈകുണ്ഠം ഈ വർത്തമാനകാലത്തിൽ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ എന്നാണോ ഭഗവാൻ നമുക്ക്, എവിടെ വരെയാണോ ഭഗവാൻ നമുക്ക് ആയുസ് തന്നിട്ടുള്ളത്, ആ ആയുസ് എത്തി ആ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ വീണ്ടും നമുക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഏകാദശി വ്രതങ്ങള്. സാക്ഷാൽ വൈകുണ്ഠനാഥൻ ആ സ്വർഗവാതിൽ ഏകാദശി നാളില് നമ്മളെയും കാത്ത് ഭഗവാൻ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ ശ്രീരംഗത്തും തിരുപ്പതിയിലുമൊക്കെ ഗുരുവായൂർ ഏകാദശി എങ്ങനെയായിരുന്നു അതുപോലെയാണ്. എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുവാൻ സാധിക്കുന്നവരൊക്കെ വന്നിട്ട് ഭഗവാനെ തൊഴുത് ആ സ്വർഗവാതിലിൽ കൂടി ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമാണ് നമുക്ക് ആ വൈകുണ്ഠപ്രാപ്തി, ആ സ്വർഗം കിട്ടുക എന്ന് പറയുന്നത്. എന്തൊരു എനർജിയാണെന്നോ. എല്ലാവരും വരണം. ഏകാദശിയുടെ അന്ന് വൈകുന്നേരം ഭഗവാൻ തന്റെ ഗരുഡവാഹനത്തിൽ രാജാതിരാജനായിട്ട് ആ ഒരു വരവൊന്ന് കാണേണ്ടതാണ്. കൂടെ നമുക്ക് സഹസ്രനാമങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ വലം വെച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലുള്ള രോഗദുരിതാദികളൊക്കെ തന്നെ മാറുന്നതാണ്. അതെന്റെ അനുഭവവും കൂടിയാണ്. എല്ലാവരും വരുവാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഇല്ല എങ്കിൽ അതിന് സാധിക്കാത്തവര് അടുത്തുള്ള ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കയറുന്ന വാതിലിൽ കൂടെ അല്ലാതെ വേറെ ഒരു വാതിലിൽ കൂടെ ഇറങ്ങി ഭഗവാനെ തൊഴുത് വരിക. അന്നേ ദിവസം എല്ലാവരും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അതുപോലെ അഷ്ടോത്തരവും
അതുപോലെ ദ്വാദശാക്ഷരിയും അഷ്ടാക്ഷരിയും ഒക്കെ നാവിൽ നിന്ന് മുറിയാതെ ജപിക്കുക. എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്രാവശ്യം 4 ദിവസമാണ്: ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി. ദശമി അങ്ങനെ 2 ദിവസങ്ങളിൽ എടുക്കുക. പിന്നെ ദ്വാദശിയുടെ അന്ന് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നു. അന്നേ ദിവസം നമ്മൾ പൂർണ്ണ ഉപവാസം എടുക്കുക. ഇല്ലാത്തവര് വെള്ളം കുടിച്ചും പാലും പഴങ്ങളൊക്കെ ചെറുതായിട്ട് ഭക്ഷിച്ചും, അതുപോലെ അതിനും സാധിക്കാത്തവര് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചും ഒക്കെ നമുക്ക് ഏകാദശി വ്രതം ആചരിക്കാവുന്നതാണ്. അതുപോലെ പാരണ വീടുന്ന ത്രയോദശിയുടെ അന്ന് ഒരു നേരം മാത്രമാണ് അരിയാഹാരം. ദശമിയും ത്രയോദശിയും ഒരു നേരം അരിയാഹാരം. സാധാരണ ദിവസങ്ങളിൽ ദശമിയും ദ്വാദശിയും. അങ്ങനെയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് പുഷ്പവോ എണ്ണയോ നെയ്യോ ഒരു ഓടക്കുഴലോ മയിൽപ്പീലിയോ ഒക്കെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭഗവാന്റെ അടുക്കൽ ഇരുന്ന് കുറേ സമയം നമുക്ക് നാമം ജപിക്കുക. ത്രയോദശിയുടെ അന്ന്, ഇപ്രാവശ്യമാണ് ത്രയോദശി അല്ലെങ്കിൽ ദ്വാദശിയുടെ അന്ന് നമ്മൾ പാരണ വീടുമ്പോൾ ഭോക്ഷ്യോപും പുണ്ടരീകാക്ഷ ശരണമ്മേ ഭവാച്യുത എന്ന് പറയുക. ഭഗവാനെ അച്യുത, ഞാനിതാ പാരണ വീടുന്നു, എനിക്ക് ശരണമായി ഭവിക്കണമേ എന്ന്. അതുപോലെ ദശമിയുടെ അന്ന് തന്നെ തുളസിയിലയൊക്കെ നുള്ളി വെക്കുക. തുളസിയില നുള്ളുമ്പോൾ നമ തുളസി കല്യാണി, നമോ വിഷ്ണു പ്രിയേ ശുഭേ, നമോ മോക്ഷപ്രദേ ദേവി, നമോ സമ്പത്പ്രദായിനി എന്ന് അങ്ങനെ ജപിക്കാം. അല്ലെങ്കിൽ പ്രസീദ തുളസീദേവി, പ്രസീദ ഹരിവല്ലഭേ, ക്ഷീരോദമദനോദ്ഭൂതേ തുളസിത്വം നമാമ്യഹം അങ്ങനെയും ജപിക്കാം. ഇപ്രാവശ്യത്തെ ഏകാദശി ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ ചരിത്ര പ്രസിദ്ധമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ ശ്രീരംഗത്തും തിരുപ്പതിയിലുമൊക്കെ. എല്ലാവരും വരിക, എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും വ്രതങ്ങൾ നോക്കുക. തങ്ങളാൽ കഴിയുന്നത് പോലെ അന്യചിന്തകൾക്ക് ഇട കൊടുക്കാതെ, അഥവാ നമ്മൾ ഒന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ ഓർത്ത് പാപം ഒന്നും കിട്ടുകയില്ല. ഇങ്ങനെ പറയുന്നു, ഉറങ്ങാൻ പാടില്ല. ഏകാദശി വ്രതം നോക്കുന്നവര് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. എണ്ണ തേച്ചാൽ നമുക്ക് ഉറക്കം വരും എന്ന് കരുതിയാണ് അങ്ങനെ പറയുന്നത്. ഇനിയും അഥവാ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മാതാജി ഞങ്ങൾ ഉറങ്ങിപ്പോയി പാപം കിട്ടുമോ എന്ന്. അങ്ങനെ ഒരിക്കലും പാപം കിട്ടുകയില്ല. ഞാനും ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ നാമം ചൊല്ലി ചൊല്ലി സോഫായിലൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് പാപം കിട്ടുകയില്ല. ഭഗവാൻ നാരായണനിലേക്ക്, ആ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് അടുക്കുവാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ ഏകാദശി വ്രതങ്ങള്. ഇപ്രാവശ്യത്തെ സ്വർഗവാതിൽ ഏകാദശി എല്ലാവർക്കും എടുക്കുവാനായിട്ട് സാധിക്കട്ടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമ്മള് ഭഗവാനെ തൊഴുത് ഇറങ്ങുന്ന ആ വാതില് സ്വർഗവാതിലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കെട്ടിവെച്ചിരിക്കും. അതൊന്ന് കാണേണ്ടതാണ്. ആ സ്വർഗത്തിൽ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും ആ ഒരു സന്തോഷവുമാണ് ആ വൈകുണ്ഠം. ഇപ്രാവശ്യത്തെ പാരണ സമയം പുതുവർഷത്തിലാണ്. രാവിലെ 7:14 മുതൽ 9:18 വരെ. അതുപോലെ ഹരിവാസര സമയം വരുന്നത് 30-ാം തീയതി രാത്രി 11:43 മുതൽ 31-ാം തീയതി രാവിലെ 10:18 വരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30-ാം തീയതിയും ഏകാദശി പോലെ തന്നെ നമ്മൾ ആചരിക്കുക. അന്ന് അരിയാഹാരം കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടോ ഒക്കെ കഴിക്കാം. ദ്വാദശിയുടെ അന്ന് നമ്മൾ അതൊക്കെ വർജിച്ച് ഫലവർഗ്ഗങ്ങളും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുക. എന്തെങ്കിലും അനാരോഗ്യമുള്ളവർ അങ്ങനെ കഴിക്കുക. ഹരേ കൃഷ്ണ.